ഹൈപ്പിനനുസരിച്ച് അത്രയും ഈ സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ക്ലൈമാക്സ് എന്താന്നുള്ളത് ഏകദേശം ഇപ്പം മൊമെന്റ്സ് എന്നൊക്കെ പറയുന്നത് ലാലേട്ടന്റെ എമ്പുരാൻ റിലീസ് ആവുന്ന ദിവസമാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് എമ്പുരാൻ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. സാധാരണ മൗറീഷ്യസിൽ മലയാള സിനിമകളൊന്നും അങ്ങനെ റിലീസ് ആവാറില്ല. മിക്കവാറും ഹിന്ദി അല്ലെങ്കിൽ ആനിമേഷൻ ഇംഗ്ലീഷ് മൂവീസ് ഒക്കെയാണ് ഇവിടെ റിലീസ് ആവാറ്. തമിഴ് മൂവീസും ചില സമയത്ത് റിലീസ് ആവാറുണ്ട്. വിരലിൽ എണ്ണാവുന്ന മലയാള സിനിമകൾ മാത്രമേ ഇവിടെ റിലീസ് ആയിട്ടുള്ളൂ. അപ്പൊ ആ കൂട്ടത്തില് നമ്മുടെ എമ്പുരാന് ഇന്ന് റിലീസ് ആവാൻ വേണ്ടി പോവാണ്. എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ ടേസ്റ്റി ട്രാവൽ ഡയറീസിന്റെ എമ്പുരാൻ സ്പെഷ്യൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്ത് ചെയ്യണി? എവിടെ പോവാണ്? സിനിമ കാണാൻ പോവല്ലേ? ഏത് സിനിമ കാണാനാ പോകുന്നത്? മലയാള സിനിമ കാണാൻ ഇഷ്ടാണോ? കാണുവോ? അടങ്ങിയിരിക്കോ? അപ്പൊ ഞങ്ങൾ സിനിമ കാണാൻ പോകുന്നത് മോഹൻലാലിന്റെ കട്ട ഫാനായിട്ടുള്ള ഞങ്ങളുടെ ഫ്രണ്ടിന്റെ കൂടെയാണ് കേട്ടോ, ആനന്ദും എലൈസും. അപ്പൊ അവരെ കൂടെയാണ് ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അവര് കറക്റ്റ് 7:45 ആയപ്പോഴേക്ക് എത്തിയിട്ടുണ്ട്. 8:15 കേട്ടോ ഷോ ഉള്ളത്. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മൗറീഷ്യസിലെ ലാ സിറ്റി ട്രിയാനാൻ എന്ന് പറയുന്ന ഒരു മോളിലെ എംസിനി എന്ന് പറയുന്ന തിയേറ്ററിലാണ് കേട്ടോ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ടിക്കറ്റ് ഒക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നേരെ നമുക്ക് അകത്തേക്ക് പോവാം കേട്ടോ. അങ്ങനത്തെ ഞങ്ങൾ തിയേറ്ററിൻ്റെ അകത്ത് കയറിയിട്ട്. അപ്പോൾ ഇവിടെ മൊത്തം മലയാളികളാണ്. നമുക്ക് അറിയുന്ന കുറേ മലയാളികളുണ്ട്, അറിയാത്തവരും അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ. സിനിമ കാണാൻ പോകുമ്പോൾ പോപ്കോൺ നിർബന്ധമാണല്ലോ അല്ലേ? അപ്പോൾ അതാ ഞങ്ങൾ പോപ്കോൺ വാങ്ങിച്ചു, അതുപോലെ വെള്ളം വാങ്ങിച്ച്, അങ്ങനെ ഒരു സ്നാക്കിൻ്റെ പാക്കറ്റും കൂടി വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ തിയേറ്ററിനകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞങ്ങൾ അകത്ത് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് എ സി ഓഫ് ആവുകയും ഭയങ്കര ചൂടെടുക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അവിടുന്ന് എല്ലാവരും കൂടെ എ സി ഇട് എന്ന് പറഞ്ഞ് കേൾക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും നാട്ടിൽ നമ്മുടെ തിയേറ്ററിൽ ഇരിക്കുന്ന ആ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഇന്നത്തെ ഈ ദിവസം ഈ തിയേറ്റർ മൊത്തം മലയാളികളാണ്. അങ്ങനെ സിനിമ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോവാണ്. വീട്ടിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ ഉറങ്ങില്ല എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഇതാ കണ്ടോ, കിടന്ന് ഉറങ്ങിപ്പോയി അവള്. സിനിമ തുടങ്ങി പകുതിയായപ്പോൾ തന്നെ ആൾ ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി ഏകദേശം 12 മണി കഴിഞ്ഞിട്ടോ വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ എൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആ സിനിമയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം അറിയിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കാന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. സിനിമയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാനോ റിവ്യൂ പറയാനൊന്നും ഞാൻ ഒരാളല്ല. പക്ഷെ എന്നാലും ഒരു ആസ്വാദക എന്നുള്ള നിലയ്ക്ക് ഞാൻ കണ്ട സിനിമയെ കുറിച്ച് ഞാൻ ചെറിയൊരു അഭിപ്രായം പറയാൻ വേണ്ടി പോവാണ്. ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ട് വന്നൊരു സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. ഭയങ്കര ഹൈപ്പായിരുന്നല്ലോ. ഒരുപാട് എത്രയോ മാസങ്ങളല്ല വർഷങ്ങളോളായിട്ട് എമ്പുരാൻ ഷൂട്ട് അവിടെ നടക്കുന്നു, ഇവിടെ നടക്കുന്നു, അങ്ങനെ ഇങ്ങനെ ഭയങ്കര കുറെ വർഷങ്ങളോളായിട്ടുള്ളൊരു ഹൈപ്പ് വന്നിട്ടുള്ളൊരു സിനിമയാണ്. ഇതിന്റെ ന്യൂസുകൾ എവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വൈറലാവുന്ന ഒരു അവസ്ഥയായിരുന്നു. ഹൈപ്പിനനുസരിച്ച് അത്രയും ഈ സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം അതിന്റെ മേക്കിംഗ് എന്ന് പറയുന്നത്, ഡയറക്ഷൻ എന്ന് പറയുന്നത്, അതിൽ ഓരോരുത്തരും ചെയ്ത ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആരെ കുറിച്ചും എടുത്തു പറയാൻ മാത്രമില്ല കേട്ടോ, അങ്ങനെ എടുത്തു പറയേണ്ടതില്ല. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗൂസ്ബം മൊമെന്റ്സ് എന്നൊക്കെ പറയുന്നത് ലാലേട്ടന്റെ എൻട്രികൾ തന്നെയാണ് കേട്ടോ. ലാലേട്ടന്റെ ഫസ്റ്റ് എൻട്രി ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് എൻട്രി എന്ന് പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഇതായിരുന്നു, എൻട്രി ആയിരുന്നു. അത് ഗൂസ് ബംബ് വന്നൊരു മൊമെന്റ് ആയിരുന്നു. കൂടാതെ പെട്ടെന്ന് തന്നെ നമ്മൾ അറിയാണ്ട് കൈയടിച്ചു പോകുന്നൊരു മൊമെന്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു മൊമെന്റ് ആയിരുന്നു ലാലേട്ടന്റെ സെക്കൻഡ് എൻട്രി എന്ന് പറയുന്നത്. പിന്നെ പല രാജ്യങ്ങളിലും പോയിട്ട് എടുത്തിരിക്കുന്ന ഷോട്ടുകൾ,
നമ്മൾ കേക്ക് പോലും ചെയ്യാത്ത പല രാജ്യത്തിന്റെ പേരുകളൊക്കെ ഇങ്ങനെ താഴെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ആ ഒരു ഡയറക്ടർ മൈൻഡ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായി തോന്നി. പൃഥ്വിരാജിന് അതിന് ഒരു പ്രത്യേക കയ്യടി നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. പിന്നെ ഭയങ്കരമായിട്ട് ഗൂസ് ബമ്പ് തോന്നിയൊരു മൊമെന്റ് ഉണ്ടെങ്കിൽ ആ ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ ഭയങ്കര അടിപൊളിയായി, നല്ല രസമായിരുന്നു അത്. പക്ഷെ പിന്നെ എനിക്ക് തോന്നിയൊരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയുടെ ലെങ്ത് ഭയങ്കര അധികമായിട്ട് തോന്നി. കുറെ സമയം ഇങ്ങനെ കണ്ടോണ്ടേ ഇരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചെറുതായിട്ടൊന്ന് ബോറടിക്കുന്ന പോലെ ഫീൽ ചെയ്തു ഫസ്റ്റില്. ഇന്റർവെല്ലിന് ശേഷമുള്ള ആ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് സിനിമ പോകുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ കോമഡി ഒക്കെ നല്ല അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. മെഗാ തിരുവാതിരയാണെന്നുണ്ടെങ്കിലും അതുപോലെ സുരാജ് വെഞ്ഞാറമൂടിന്റെ ഹിന്ദി ആണെങ്കിലും അതൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്കായ പോലെ തോന്നി. എല്ലാവരും നന്നായിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ക്ലൈമാക്സ് എന്താന്നുള്ളത് ഏകദേശം ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ക്ലൈമാക്സിന്റെ സീൻ ഇങ്ങനെയായിരിക്കും എന്നല്ല, എന്നാലും ക്ലൈമാക്സിന്റെ ഒരു സ്റ്റോറി ലൈൻ എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത് തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു. അത് മേ ബി അത് ഫസ്റ്റ് നമ്മൾ കണ്ടതുകൊണ്ട് തന്നെ ഫസ്റ്റ് ലൂസിഫർ എന്നുള്ള സിനിമയുടെ ഒരു ലൈൻ വെച്ചിട്ട് തന്നെ വരുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ അപ്പൊ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഇതിങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ തന്നെ ശരി, ഓക്കെ, ദിസ് ഇസ് ദ എൻഡ് എന്നുള്ളത് ഏകദേശം എനിക്കൊരു ഊഹം ഉണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് എൻഡിങ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനിടയ്ക്ക് കാണിച്ച സീനുകളും അല്ലെങ്കിൽ ഇടയ്ക്ക് കാണിച്ച സ്ഥലങ്ങളും അതൊക്കെ ഭയങ്കര പുതുമയുള്ളതായിരുന്നു. അതായത് ഒരു ഹോളിവുഡ് സ്റ്റൈൽ ഓഫ് മേക്കിംഗ് എന്ന് പറയില്ലേ, അങ്ങനത്തെ മൂവികൾ മലയാളത്തിൽ ഇല്ലല്ലോ. അങ്ങനെ ഒരു സ്റ്റൈൽ ഓഫ് മൂവികൾ മലയാളത്തിലില്ല. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത ഈ ഒരു സിനിമയ്ക്ക്, അല്ലെങ്കിൽ അതിന്റെ ഒരു ക്രെഡിറ്റ് ഈ സിനിമയ്ക്ക് തന്നെ കൊടുക്കണം. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ അവർ സക്സസ്ഫുൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതുപോലെയുള്ള നല്ല അടിപൊളി മൂവികൾ ഇനി മലയാളത്തിൽ നിന്ന് വരട്ടെ, അല്ലെങ്കിൽ ലോകമെമ്പാടുള്ള ആളുകൾ മലയാള സിനിമയെ കുറിച്ച് അറിയട്ടെ, അല്ലെങ്കിൽ പ്രശംസിക്കട്ടെ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ സിനിമ ആയതുകൊണ്ടാണ് കേട്ടോ, ഇത്രയും വേൾഡ് വൈഡ് ആയിട്ട് റിലീസാവുന്ന ഒരു സിനിമ ആയതുകൊണ്ടാണ് മൗറീഷ്യസിൽ ഈ ഒരു സിനിമ റിലീസായിട്ടുള്ളത്. സാധാരണ വരുന്ന എല്ലാ പടങ്ങളൊന്നും മൗറീഷ്യസിൽ റിലീസ് ആവാറില്ല. ആകെ വിരലിൽ ഉണ്ടാവുന്നത് ആടുജീവിതം, അതുപോലെ മാർക്കോ, അതുപോലെ ആവേശം, അങ്ങനെ 2-3 സിനിമകൾ മാത്രമേ ഇവിടെ റിലീസ് ആയിട്ടുള്ളൂ. അപ്പൊ ആ കൂട്ടത്തിലേക്ക് നമ്മുടെ എമ്പുരാനും കൂടി വന്നു. അത് ഇതിന്റെ ഒരു മേക്കിംഗ് കൊണ്ട് തന്നെ ആയിരിക്കാം ഇങ്ങനൊരു സിനിമ. പിന്നെ പോരാത്തതിന് ഓഫ് കോഴ്സ് ലാലേട്ടനും പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു കോംബോ എന്ന് പറയുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഈ സിനിമയും കൂടി റിലീസ് ആയത്. എന്തായാലും ഭയങ്കര സന്തോഷമായി. ഒരുപാട് നാളിന് ശേഷമാണ് കേട്ടോ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത്. അപ്പൊ ഇതൊക്കെയായിരുന്നു എന്റെ എമ്പുരാൻ സിനിമ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. സബ്സ്ക്രൈബ് ചെയ്തതിന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞ് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന അടുത്ത വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്.